ചിക്പേട്ടിലെത്തിയപ്പോഴാണ് കേട്ടോ നമ്മൾ വിചാരിച്ച സാധനങ്ങൾ ലോക്കൽസിന് പോകാൻ പറ്റിയ സംഭവമാണ്. കാരണം ചീപ്പ് റേറ്റിന് പല സാധനങ്ങളും കിട്ടും. അപ്പോൾ ഈ വളയൊക്കെ രണ്ട് രണ്ട് ഡസനായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന 100 രൂപയൊക്കെ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഉള്ളത്. നമ്മൾ മറ്റിടത്ത് പോയപ്പോൾ 100 രൂപയുടെ സാധനങ്ങളൊന്നും കാണുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കല്യാണിക്കുട്ടിക്കാണ് കോളടിച്ചത്. അവൾക്കാണ് ഈ വളയും മാലയും പിന്നെ ഇങ്ങനെ വീട്ടിലിടുന്ന ഡ്രസ്സ് അങ്ങനെയൊക്കെ ചെറിയ സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ കണ്ടില്ലേ ഇങ്ങനെ എന്തൊരു ഭംഗിയിലാണല്ലേ അത് വെച്ചിരിക്കുന്നത്. അപ്പോൾ കണ്ണൻകുട്ടി നല്ലോണം എൻജോയ് ചെയ്തൊക്കെ എടുക്കുന്നത്. അവൻ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കും ഭക്ഷണം കൊടുക്കാനും വെള്ളം കൊടുക്കാനും ഒക്കെ ആയിട്ട്. ചിക്പേട്ടിൽ ഞാൻ അധികം വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. കാരണം അവിടെ ഭയങ്കര തിരക്കാണ്, ആളും ബഹളമൊക്കെയാണ്. അപ്പോൾ നമുക്ക് അതിനിടയിൽ ഫോൺ എടുത്ത് വീഡിയോസ് എടുക്കലൊന്നും നടക്കില്ല. അതിന് പിറ്റേ ദിവസം ഞങ്ങൾ തിരിച്ച് വരികയാണ്. അപ്പോൾ വരുന്നതിന് മുൻപ് കുറച്ച് സമയം ഉച്ച വരെയൊക്കെ ഞങ്ങൾ ഒരു 2:30 ആകുമ്പോഴായാലും ഇറങ്ങിയാൽ മതി. ഞങ്ങൾക്കൊരു 4:45 അങ്ങനെയൊക്കെയാണ് ട്രെയിൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചൊരു 2:30-3 മണിക്ക് ആകുമ്പോഴായാലും ഇറങ്ങിയാൽ മതിയല്ലോ എന്ന് വെച്ച് നിൽക്കുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ താഴെ ചെന്നപ്പോൾ അവിടുത്തെ ഓണർ ചേട്ടൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ടെക്സ് മാർട്ടെന്നോ അങ്ങനെ എന്തോ പണ്ടൊരു ചെറിയൊരു മാള് പോലെ, അതൊക്കെ 99 ആണ്, എല്ലാത്തിനും 99 ആണ്. അപ്പോൾ അങ്ങനെ റേറ്റ് കുറവൊക്കെ ഉള്ളൊരു ഒരു മാള് പോലെയാണ്. ജസ്റ്റ് ഒന്ന് പോയി നോക്കുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ, നമുക്ക് നടന്ന് പോകേണ്ട ദൂരമേ ഉള്ളൂ നമ്മുടെ റൂമിൻ്റെ അവിടെ നിന്ന്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവിടേക്ക് പോയിട്ട് അപ്പോൾ അവിടെ ചെന്നപ്പോഴാണെങ്കിൽ ഒക്കെ ഭയങ്കര റേറ്റ് കുറവ് കേട്ടോ. ചെരുപ്പുകൾ എല്ലാവിധ സാധനവും ഉണ്ട്. ചെരുപ്പ്, ടീഷർട്ട്, ഈ നമ്മുടെ ചുരിദാറുകൾ, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ചവിട്ടി, പല സാധനം, ബെഡ്ഷീറ്റ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് എന്തോ കല്ലുവിന് വീട്ടിലിടാനോ കണ്ണന് വീട്ടിലിടാനോ 90 ഒക്കെ കാണണം. നമ്മളിവിടെ 200-500 രൂപയൊക്കെ കൊടുത്ത് വാങ്ങുന്ന സെറ്റില്ലേ കുട്ടികളുടെ, അതൊക്കെ 99 രൂപയ്ക്കൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അതൊക്കെ വാങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതാണ് കേട്ടോ ഞങ്ങളെ റൂമിൻ്റെ താഴെയുള്ള എംബാർക്കിൻ്റെ തന്നെ ഹോട്ടൽ. അപ്പോൾ അവിടെ വന്നിട്ട് കണ്ണനൊരു ഷമാം ജ്യൂസ് പറഞ്ഞിട്ട് അതിൽ ഇങ്ങനെ കൊടുത്തു കേട്ടോ. ഇനിയും കുറച്ച് സമയമുണ്ട്, പിന്നെ റൂമിൽ പോയിട്ട് വേണമെങ്കിൽ ഒന്നും കൂടെ ഫ്രഷ് ആയിട്ട് ഞങ്ങൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇറങ്ങിയിട്ടുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷെ കുറേ നേരം ട്രാഫിക്കിൽ കിടക്കേണ്ടി വന്നു, ബ്ലോക്കിൽ കിടക്കേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതും ട്രെയിൻ വന്നതൊക്കെ ഒരുമിച്ചായി. ഞങ്ങൾക്കാണെങ്കിൽ ബാക്കിലായിരുന്നു, ഞങ്ങളുടെ കോച്ച് ഏവണ്ണായിരുന്നു വരുന്നുണ്ടായിരുന്നത്. ഞങ്ങൾ ഫ്രണ്ടിൽ നിന്ന് ബാക്ക് വരെ ഞാനൊക്കെ കണ്ണനെടുത്ത് ഓടേണ്ടി വന്നു. കാരണം ഇത് മൈസൂരിൽ നിന്ന് വരുന്ന ട്രെയിനായിരുന്നു കേട്ടോ. അപ്പോൾ ബാംഗ്ലൂർ ജസ്റ്റ് നിർത്തുന്നതായിരുന്നു, സ്റ്റോപ്പാണ്. പിന്നെ നമ്മൾ ഫസ്റ്റ് ടൈമും അല്ലേ, അപ്പോൾ അത് കാരണം ഭയങ്കര വെപ്രാളായിരുന്നു. കയറാൻ പറ്റുമോ പറ്റില്ലേ എന്നൊക്കെ ആയിട്ടേ ശ്വാസം മുട്ടി എന്താ പറയുക. ഇതുപോലെ ഒരു അനുഭവം എൻ്റെ ലൈഫിൽ ഉണ്ടായില്ല. കണ്ണനെടുത്ത് ഓടാന്ന് പറയുമ്പോൾ ഒന്നാമത് എനിക്ക് ബ്രീത്തിങ്ങിൻ്റെ പ്രശ്നമുണ്ട്. ആകെ വയ്യാണ്ടായ ഒരു ഇതിലേക്ക് എത്തിയിട്ടോ. ഈ യാത്രയിൽ ആ ഒരു കാര്യം മാത്രം ഞാൻ മറക്കില്ല കേട്ടോ. അത്രയ്ക്ക് അങ്ങോട്ടൊരു ബുദ്ധിമുട്ട് തോന്നിയൊരു അവസ്ഥയായിരുന്നു കേട്ടോ.